നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്ന യൂട്യൂബിനകത്ത് പുതിയൊരു ഫീച്ചർ എത്തിയിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്. കാരണം നമ്മളൊക്കെ യൂട്യൂബിൽ ഷോർട്സ് വീഡിയോകൾ കാണാറുണ്ട്, റീൽസുകൾ കാണാറുണ്ട്. സാധാരണ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഉള്ളതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിനകത്തും ഷോർട്സ് വീഡിയോകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ കാണാം ഷോർട്സ് എന്നുള്ളത്. ഇവിടെ കാണാൻ സാധിക്കും. ഈ ഷോർട്സ് എന്നുള്ളത് നേരെ താഴെ കാണുന്നതൊക്കെ ഷോർട്സ് വീഡിയോകളാണ്. അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെയും കാണാം ഷോർട്ട് വീഡിയോ എന്നുള്ളത് ഏറ്റവും താഴെ ഭാഗത്ത്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഷോർട്ട് വീഡിയോകൾ കിട്ടും. ഇത് നമ്മൾ ഓരോ സമയം അറിയാതെ ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യും. ഇത് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന പാരൻസ് ആയിരിക്കും. കാരണം കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കിട്ടി അവർ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നേരെ ഷോർട്ട് വീഡിയോ ആയിരിക്കും ക്ലിക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ സാധാരണ യൂട്യൂബിലെ വീഡിയോ കാണുന്നതിനേക്കാളും കൂടുതൽ ഷോർട്ട് വീഡിയോയ്ക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കേണ്ടി വരും. കാരണം നമ്മുടെ ഷോർട്ട് വീഡിയോ ഒരു തവണ ക്ലിക്ക് ചെയ്ത് അതിങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ച് ഓരോ വീഡിയോ നോൺ സ്റ്റോപ്പായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ നോൺ സ്റ്റോപ്പായി പ്രവർത്തിക്കുന്ന വീഡിയോക്കകത്ത് ഇൻ്റർനെറ്റ് നമുക്ക് അമിതമായി ഉപയോഗിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററിയൊക്കെ പെട്ടെന്ന് തീർന്നു പോകും. എന്നാൽ ഈ ഒരു ഷോർട്ട് വീഡിയോ നമുക്ക് ലിമിറ്റ് ചെയ്യാനുള്ള സൗകര്യവും അല്ലെങ്കിൽ ഓഫ് ചെയ്യാനുള്ള സൗകര്യവും യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ വേണ്ടെന്നാണെങ്കിൽ അത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് സമയത്തേക്ക് മാത്രം റീൽസ് കാണാനുള്ള സമയം വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അരമണിക്കൂർ സമയത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയുള്ള കുറച്ചധികം ഫീച്ചറുകൾ യൂട്യൂബ് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതേതാണെന്ന് ഞാൻ കാണിച്ചുതരാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളിതുപോലെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് ഏറ്റവും താഴെ നമ്മുടെ പ്രൊഫൈൽ കാണും വലതു ഭാഗത്ത്, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് ഒരു ഗിയർ ഐക്കൺ, സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ കുറച്ച് താഴോട്ട് വരുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ ടൈം മാനേജ്മെൻറ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഷോർട്ട് സ്പീഡ് ലിമിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ പുതുതായിട്ട് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ഓപ്ഷൻ വരും. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബിനകത്ത് ഷോർട്സ് വീഡിയോ തീരെ കാണേണ്ടതെന്നാണെങ്കിൽ ഇവിടെ നമുക്ക് 0 മിനിറ്റ് എന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ പിന്നെ യൂട്യൂബിനകത്ത് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു റീൽസും കാണില്ല, ഷോർട്ട് വീഡിയോയും കാണില്ല. ഇനി നമുക്ക് യൂട്യൂബിലേക്ക് പോയി നോക്കാം. യൂട്യൂബിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ഷോർട്ട് വീഡിയോ കാണാനായിട്ട് ഞാനത് റീഫ്രഷ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് ഇവിടെ കാണാൻ ഷോർട്സ് എന്നുള്ളത്, അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. നിങ്ങളുടെ ഷോർട്ട് വീഡിയോ ഇവിടെ റീച്ച്ഡ് അല്ല എന്ന് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇത് തിരിച്ച് റീൽസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെറ്റിങ്സിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ താഴെ ഏറ്റവും താഴെ ഭാഗത്ത് ഇഗ്നോർ ലിമിറ്റ് ഫോർ ടുഡേ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ സാധാരണ നമുക്കിതാ റീൽസുകൾ പ്രവർത്തിച്ചു തുടങ്ങും, ഷോർട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ഇനി നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് ഒരു 30 മിനിറ്റ് മാത്രം റീൽസ് കണ്ടാൽ മതി, അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ആക്റ്റീവ് ആയാൽ മതിയെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അതുപോലെ യൂട്യൂബിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് എന്നുള്ള നേരത്തെ പറഞ്ഞ അതേ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യാം. ഏറ്റവും താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ ഡെയിലി ലിമിറ്റ്സ് എന്നുള്ളത് നേരത്തെ പറഞ്ഞ അതേ സെറ്റിങ്സ് തന്നെ, അത് ക്ലിക്ക് ചെയ്യുക. നേരത്തെ നമ്മൾ 0 മിനിറ്റാണ് കൊടുത്തത്, അതുകൊണ്ട് ഒരു റീൽസും ഡെയിലി ലിമിറ്റിൽ കാണില്ല. നമ്മളൊരു ദിവസത്തേക്ക് സെലക്ട് ചെയ്താൽ ആ ഒരു ദിവസം നമുക്ക് ഒരു റീലും കാണാത്തതാണ് 0. ഇവിടെ 15 മിനിറ്റ്, 30 മിനിറ്റ്, 45 മിനിറ്റ്, 1 മണിക്കൂർ, 2 മണിക്കൂർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു 15 മിനിറ്റ് സമയം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 15 മിനിറ്റ് സമയത്തേക്ക് റീൽസ് കിട്ടും, പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകും. അതായത് യൂട്യൂബിൻ്റെ ഷോർട്സിന് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും, ടൈം ലിമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് ഇത്. ഡെയിലി ലിമിറ്റാണ്, ഒരു ദിവസത്തിന് വേണ്ടിയുള്ള ലിമിറ്റാണ്. നിങ്ങൾക്ക് ഓരോ ദിവസവും ഇത്തരത്തിൽ ഡെയിലി ലിമിറ്റായിട്ട് ഇപ്പോൾ 15 മിനിറ്റാണ് നിങ്ങൾ സെറ്റ് ചെയ്തെങ്കിൽ എല്ലാ ദിവസവും 15 മിനിറ്റ് മാത്രമേ റീൽസ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിന് 30 മിനിറ്റ് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പഴയതുപോലെ റീൽസുകൾക്ക് ലിമിറ്റ് വേണ്ട, നോൺ സ്റ്റോപ്പായിട്ട് ലിമിറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് റീൽസുകൾ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഡെയിലി ലിമിറ്റ് എന്നുള്ളത് നമ്മളിവിടെ എനേബിൾ ചെയ്ത് കൊടുത്ത് ഈ അവസാന ബട്ടൺ ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുത്താൽ മതി. സാധാരണ നേരത്തെ നിങ്ങൾ എങ്ങനെയാണോ യൂട്യൂബിൽ റീൽസ് കണ്ടത് അതുപോലെ നോൺ സ്റ്റോപ്പായിട്ട് നിർത്താതെ നിങ്ങൾക്ക് റീൽസുകൾ കാണാൻ സാധിക്കും, ഷോർട്ട് വീഡിയോ കാണാൻ സാധിക്കും. ഇത് ഷോർട്ട് വീഡിയോ ലിമിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.